ഇന്നത്തെ സ്പെഷ്യൽ പച്ചയും ചുവപ്പുമാണ്. ഒന്നുമില്ലെന്നേ, പച്ച അൽഫാമും അതുപോലെ തന്നെ ചുവന്ന അൽഫാമും. നോക്കിയാലോ. ആദ്യം പച്ച അൽഫാമിലേക്കുള്ള ബേസ് പറഞ്ഞുതരാം. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയിലയും കൂടി കൂട്ടി അങ്ങോട്ട് അരയ്ക്കുക. അപ്പോൾ ഒരു പച്ച കളർ വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് അറബിക് മസാല അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഗരം മസാല ഇവയും കൂടെ ചേർക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടുതലായിട്ട് ചേർത്തോളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഉപ്പും ചേർത്ത് കുറച്ച് നാരങ്ങ നീരൊഴിച്ച് ഇതിങ്ങനെ മസാല തിരുമ്പി നമ്മുടെ ഫ്രീസറിൽ ഒരു 1 to 2 hours നമുക്ക് വെച്ചാൽ വേഗം മസാല തിരുമ്പി പിടിക്കും. ഇന്ന് രാത്രി മസാല തിരുമ്പി നാളെ രാവിലെ പൊരിക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ രാത്രി മസാല തിരുമ്പി നമ്മുടെ താഴത്തെ തട്ടിൽ, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാലും മതി, ഫ്രീസറിൽ വെക്കണം എന്നില്ല. ഇനി നമുക്ക് റെഡിൻ്റെ മസാല നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി അതുപോലെ തന്നെ തക്കാളി ഇതിൽ സെയിമാണ്. അരയ്ക്കാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടെ ഇടാം. അതിൽ കൂടെ നമ്മുടെ മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽ മുളക് അത് വെച്ച് നന്നായി ഈ മസാല നരയ്ക്കാം. ഇനി ഇതിലേക്ക് സെയിം ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇവ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി മസാല കൈകൊണ്ട് തിരുമ്മി ചിക്കനിലോട്ട് പുരട്ടുക. കുറച്ച് നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഒഴിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രീസറിൽ ഒരു 1 to 2 hours സൂക്ഷിക്കാം. ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുമെന്ന് പറയുന്ന പോലെ ചിക്കനിൽ മസാല തേച്ച് വെച്ച് കുറച്ച് ടൈം എടുത്താലും ടേസ്റ്റ് കൂടുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ അൽഫാം ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഫഹം എന്ന് പറഞ്ഞാൽ കോൾ എന്നാണ് അർത്ഥം. കോളിൽ ചുട്ടെടുക്കുന്ന സാധനമാണ് ഇങ്ങേര്. നമ്മുടെ കയ്യിലെത്തിയപ്പോൾ നമ്മളിങ്ങേരെ നമ്മുടെ ചട്ടിയിലും ഓവനിലും ഒക്കെ അങ്ങോട്ട് ചുട്ടെടുത്തു. ഓവനിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ചട്ടിയിലൊക്കെ നമ്മൾ ചുട്ടെടുക്കാൻ തുടങ്ങി അല്ലേ. നമ്മളോട് കളി. നമ്മൾ ഉള്ളത് ഓണം പോലെ ആക്കുന്ന ആൾക്കാരാണ് അല്ലേ. ആക്ച്വലി ഈ അൽഫാം അറബിക് സ്പൈസസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അറബിക് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, നമ്മളെ ഇന്ത്യയിൽ ഗരം മസാല എന്ന് പറയുന്ന ഈ സാധനം തന്നെയാണ് അറബിക് സ്പൈസസ്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനും ഇന്ന് ഇങ്ങേരെ കോളിലൊന്നും അല്ല കേട്ടോ ചുട്ടെടുക്കാൻ പോകുന്നത്. ഞാൻ നമ്മുടെ എയർ ഫ്രയറിൽ തന്നെയാണ് ഇത് പരീക്ഷിക്കാൻ പോകുന്നത്. എന്താവും എന്തോ, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ഇവനെയും നമ്മൾ ഫ്രിഡ്ജിലേക്ക് തട്ടാം. അങ്ങനെ ഒരു 2 hours കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഗ്രീൻ അൽഫാം പുറത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട്. എയർ ഫ്രയറിലാവുമ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ബ്രഷ് വെച്ച് തേക്കുമ്പോൾ നമ്മുടെ ഈ മസാല പോവും, അതുകൊണ്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഓവനിലാണെങ്കിലും കുറച്ച് എണ്ണ ഒന്നും മേലെ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് വേണം വെക്കാൻ. ഇനി ചട്ടിയിൽ, അതായത് ബിരിയാണി പോട്ട് പോലുള്ള സാധനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റിൽ ആണ് നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താകും എന്ന്. ഭയങ്കര ആകാംക്ഷയാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ. നമ്മളൊരു ബുക്കൊക്കെ വായിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് ഇനിയൊരു 10 minutes ഒന്നും കൂടി ചൂടുകൊള്ളിക്കണം. അതിനുശേഷം നമ്മുടെ റെഡും ഇതുപോലെ വേവിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ടോട്ടൽ നമ്മൾ മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഞാൻ വേവിച്ചപ്പോൾ ഞാൻ ടൈം കണക്കാക്കുമ്പോൾ ഒരു 40 to 45 minutes നമ്മൾ വേവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയാവുള്ളൂ. ഒരു കഥാ ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ തുടക്കം വായിച്ചിട്ട് നടുവൊന്നും വായിക്കാതെ അവസാന പേജ് വേഗം വായിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളിത്ര ആകാംക്ഷയോടെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടണമെന്നായിരിക്കില്ലേ നമ്മുടെയൊക്കെ മൈൻഡിൽ. എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ സൂപ്പർ റെഡ് അൽഫാം റെഡി ആയിട്ടുണ്ട്.
ഗ്രീൻ അൽഫാം ആദ്യം തന്നെ ആയതുകൊണ്ടേ ഞങ്ങളത് പെട്ടെന്ന് അങ്ങോട്ട് തീർത്തു. അതിൻ്റെ വലിയ ഡെക്കറേറ്റഡ് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും അതും അടിപൊളിയായിരുന്നു, ഇതും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോണേ. ബൈ.